ചെറിയൊരു ഫിഷിങ്ങിന് പോകട്ടെ. റോഡ് മാവൂർ ജംഗ്ഷനിലോട്ട് ഇത് വഴി പൊട്ടിയാ. ഇതൊരു കാട്ടുകൂണാന്ന് കേട്ടോ അവൻ പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചാലിയാർപ്പുഴ. ഗൈസ് ഇത് നമ്മൾ കുറേ നേരം നിന്ന് ഇതാ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ അറിയായിരിക്കും. നമ്മുടെ 1-2 വീഡിയോയിലൊക്കെ അവൻ വന്നിട്ടുണ്ട്. അമ്മയുടെ ആങ്ങളുടെ മോനാണ്, എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഫിഷിങ്ങിന് പോകട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് മാവൂറാണ്. നമ്മുടെ കുക്കുടുവിൻ്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. നമ്മുടെ അടുത്ത് മറ്റേ ചാലിയാർ പുഴയുണ്ട്. അപ്പം ഇവൻ്റെ അടുത്ത് പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു അവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്, കുറേ കരിമീനൊക്കെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അന്നേരം അവൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ചൂണ്ടയിടാൻ പോയാലോ അത്. അപ്പം നമ്മളിപ്പോൾ അതാ അങ്ങോട്ട് ചൂണ്ടയിടാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇതാ എടുത്തുണ്ട്. അത് നിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷാദിൽ. ഓക്കെ, പിന്നെ കുക്കുടും ഉണ്ട്, പിന്നെ വേറൊരു ചെക്കനും കൂടി ഉണ്ട്. അവൻ കുക്കുട ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി പോയാൽ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം മേടിച്ചിട്ട് അവനിപ്പോൾ വരും. ഇനി അവൻ വന്നിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാവൂർ ടൗണ്. കാരിക്കോട് ആ റോഡ് ഇല്ല, ഇവിടെ കാണിക്കുന്ന കേട്ടാ. ഇതാണ് നമ്മുടെ മാവൂർ റോഡ്. മാവൂർ ജംഗ്ഷനിലോട്ട് ആണ് കേസ് നമ്മളിപ്പോൾ എത്തുന്നത്. ഓക്കെ, അവനെ കാണാനില്ല. അവന് ഈ വഴി എങ്ങോട്ടാണ് വെള്ളം മേടിക്കാനെന്ന് പറഞ്ഞ് വന്നേ, പക്ഷെ അവനെ കാണാനില്ല. പിന്നെ ഗൈസ്, വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താങ്ക് യു. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല ഗൈസ്, അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്, നമ്മൾ 1K ഫാമിലിയായി. ഓക്കെ, അപ്പോൾ ഗൈസ് കുക്കുടുവിനെ മറ്റേ ചെക്കനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ ഈ കടയിലുണ്ടായിരുന്നു. ഈ കടയിലാണ് ഞങ്ങൾ മറ്റേ ചൂണ്ടയും അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണ്, നമ്മൾ ഇവരെ നമ്മളിത് അവരെ കണ്ടുപിടിച്ചതാ. വെള്ളമുണ്ട്, കുറച്ച് ചൂണ്ടയുണ്ട്, പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ തീറ്റ, നമ്മുടെ മൈദ. ഈ ഫോക്കസ് ആവുന്നില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തീറ്റ, നമ്മുടെ മൈദയും മഞ്ഞപ്പൊടിയും, പിന്നെ എന്താ മറ്റേ മഞ്ഞപ്പൊടിയില്ല, മറ്റേ മുയലിൻ്റെ തീറ്റ, പിണ്ണാക്ക്, അതും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ച് കുഴച്ച് വെച്ചാണ് ഗൈസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, കൂടെ നമ്മുടെ കൂടെ ഉള്ള ഒരുത്തരാണ്. ഓക്കെ, നിൻ്റെ പേര് എങ്ങനെയാടാ? മുസമ്മിൽ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് പുഴയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതാ പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മടുത്ത് എൻ്റെ പിന്നെ അവിടെ ചാടണം. കടസുന്ദർ പെരുങ്കാടാണല്ല എൻ്റെ പുലിയാ. ഇത് പെരുങ്കാടാണല്ല. ഇത് വഴി പൊട്ടിയാ. തലകുത്തി വീഴല്ലേ. അയ്യോ, എന്താ അത്? ഇതൊരു കാട്ടുകൂണാന്ന് കേട്ടോ അവൻ പറയണേ. ഇതെന്താ കാട്ടുകൂണാന്ന് അവൻ പറഞ്ഞേ. അതായത് കറുത്തിരിപ്പുണ്ട്, മറ്റേ പാമ്പിൻ്റെ സാധനം, പാമ്പിൻ്റെ വെള്ളമല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. റോഡ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇനി കുറച്ച് പേരും കൂടി പോകണം. പിന്നെ നല്ല വെയിലാട്ടാ, കട്ട വെയിലാ. പൊള്ളണ്. ഇത് വെയിൽ ഇത്ര ദൂരമൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. നല്ല പാടൊക്കെ ആയിട്ട് പച്ചപ്പുകളൊക്കെ നിന്ന സ്ഥലം. അങ്ങനെ ഗൈസ് നമ്മളിതാ പുഴയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാ ആ കാണുന്നതാണ് ഗൈസ് നമ്മുടെ പുഴ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചാലിയാർ പുഴ. ഓക്കെ, നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിതാ ചൂണ്ടിടണം. അമ്മരൊക്കെ ഇടറാ. ഇഷ്ടംപോലോ കണ്ടോ? ഇന്ന് നമ്മൾ മീൻ പിടിച്ച് മരിക്കും.
എടാ ഒന്ന് ഇത് കൊളുത്ത കൊളുത്ത് വീഡിയോ. ആ ഇതെൻ്റെ ചൂണ്ട എന്നാ. അപ്പൊ ഓരോരുത്തരായിട്ട് ഇതാ ചൂണ്ട എടുത്ത് ആരംഭിക്കുക കേട്ടാ. ഓക്കെ ഇതിൻ്റെ ഫോണൊന്നും പോയേക്കല്ലേ. ഓക്കെ നമ്മളത് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നാ കിട്ടുവാ? തീറ്റ ഉണ്ടോയോ? ഗായ്സ് ഇത് നമ്മള് കൊറേ നേരം നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വരുമായിരുന്നു, മീനൊന്നുമില്ല. ഇപ്പൊ ഇതെന്താ മറ്റേ പരലാണ്. നമുക്ക് ഫോക്കസ് ആക്കട്ടെ. ഇതാ പിടയ്ക്കുന്ന ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഇനി കുറച്ച് കൂടി കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം ഗൈസ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വരികയായിരുന്നു, ഇത്ര നിന്നിട്ട് ഒരു മീൻ പോലെ കിട്ടുന്നില്ലല്ലോ എന്ന്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓ വിഷു ആയതുകൊണ്ട് ഇവിടെ പടക്കം വിടുന്നു, ഇടയ്ക്കൊന്ന് ഞെട്ടുന്നുണ്ട്. കവറിട്ട് കിട്ടാ ഗൈസ്. നമ്മുടെ മീൻ പിടുത്തം തകൃതിയിൽ നടക്കുന്നുണ്ട്. 2 മീനെ കിട്ടിയിട്ടാ. കാണിച്ചു കൊടുക്കാം. 2 മീൻ. അതും നമ്മളെ കൊക്കോട് പിടിച്ച മീനാണ്. അവന് മാത്രം മീൻ കിട്ടുക. പക്ഷെ ഇവിടെ കുറെ മീനുണ്ട്. കണ്ടോ ഞാൻ കാണിച്ചു തരാം. മീൻ തീറ്റ കൊടുക്കുക. ഇടുമ്പോഴത്തേനും മീൻ തീറ്റ കൊണ്ടുപോവുകയാണ്. കൊക്കോട് കരിമീനെ പിടിക്കാനെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ്. ഇപ്പം കിട്ടും. കണ്ടു താടെ ക്യാമറ കാണണ്ടോന്ന് അറിയില്ല. നല്ല അടിപൊളി മീൻ. കിട്ടി 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 മീനെ കിട്ടി. ഇവന് മാത്രമേ മീൻ കിട്ടുന്നു. ഇവിടെ എത്ര നേരമായി? അരമണിക്കൂറായപ്പം കുക്കുടുവിന് 3 എണ്ണം കിട്ടി. ഇവിടെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചത്തെടുക്കണതാ. പിന്നെ ഒരു ഗോൾഡൻ എനിക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട് കൈസ്. പിന്നെ ഏതാ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓർഡർ ഓക്കെ അതിന് ഊരിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇപ്പോൾ എന്തായാലും ഒരു 5-6 ആയിക്കടാ. 6 എണ്ണം ആയിട്ടുണ്ട് കേട്ടാ. നമ്മൾ കുറച്ചുകൂടി ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഗൈസ് ഇപ്പോൾ ഏകദേശം 1:15 നമ്മൾ 11:30 എത്തിയാണ് ഗൈസ്. ഇത് നമ്മുടെ കുക്കുട് ഇത് അതിനകത്ത് നീന്താൻ പോയിക്കട്ടാ. നീന്തലൊക്കെ അറിയണാണ്. ഇതേ പോണ്. എടാ അങ്ങോട്ട് വന്നേ. മതി നിങ്ങൾ വന്നേ. എടാ അങ്ങോട്ട് വന്നാ മതി. വന്നിട്ടുണ്ട് കേട്ടാ. എൻ്റെ അമ്മ 1-1.5 ചാട്ടാ ചാടി. കിട്ടിയില്ല. ഇല്ല ഇനി വേണ്ട. മതി വേണ്ട. ഞാൻ പോട്ടോ പോവാ ഗൈസ്. നമ്മളിവിടെ എത്ര മണിക്കാണ് വന്നേ? 11:30 11:30 വന്ന് ഇപ്പോൾ 1:45 ഇപ്പം നമ്മൾ തിരിച്ചെടുക്കുകയാണ്. എന്തായാലും ചെറിയ നീന്തി ഞങ്ങൾ പിന്നെ നീന്താൻ അറിയാത്തതുകൊണ്ടും പേടി ആയതുകൊണ്ടും നീന്തിയില്ല. ഓക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എന്താ ഫോക്കസ് ആവാത്ത അത് കുഞ്ഞിക്കരിമീനല്ലേ. കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിടിക്കടാ. അയ്യോ വീട്ടിൽ കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ടേക്ക് പോകട്ടാ. ഇനി വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് മീനെ കാണിച്ചു തരാം. ഗൈസ് ഞാൻ പോകുന്ന എനിക്ക് കാഴ്ച ഉണ്ടാണേ. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നെല്ല് പറക്കിടാണെന്ന് എനിക്ക് തോന്നുന്നേ. ഓർക്കുന്നില്ല. ഇത് എന്തിൻ്റെ മെഷീനാണ് നിങ്ങളത് കമൻറ്റ് ചെയ്യട്ടാ. ഈ നെല്ല് പറക്കുന്നതാണെന്ന് തോന്നുന്നു. നെല്ല് പറിക്കുന്ന അതോ അവിടെ വൃത്തിയാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമായിരുന്നു കേട്ടാ. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞു തരണം. എനിക്ക് അറിയാമായിരുന്നു പക്ഷെ മറന്നു പോയിട്ടാ. ഇതായി ഇത്രയും ദൂരം നടക്കണം. അമ്മമാർ പുറകെ ഇരുന്നുണ്ട് കേട്ടാ. അപ്പോൾ എന്തായാലും അവിടെ എത്തട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പിടിച്ച മീൻ. ചെറുതാണ് എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ മീനൊക്കെ കണ്ടല്ലോ. ചെറിയ മീനുകളാട്ടാ. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് കുക്കുട് പറഞ്ഞേ. ഓക്കെ കുഞ്ഞി കരിമീനാട്ടാ. അതിനൊന്നും പറക്കാൻ പോലും പറ്റിയല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഓക്കെ എവിടെയാടാ ഇതായിട്ട് പോകുന്നത്?
കുഞ്ഞുമീനാട്ടോ ഫുള്ള്. ബൈ ബൈ.